സീറോ, വട്ടപൂജ്യം. ആർക്കും എങ്ങനെ എവിടെ തട്ടിക്കളിക്കാം. ഇപ്പൊ ഉള്ളത് വെറും ശവം മാത്രമല്ലേ. നീ പേടിക്കണ്ട, ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങാടി തോറ്റതിനെ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ നിന്റെ സഹോദരൻ എന്തോ ചെയ്തു കാണട്ടെ ഞാൻ. എന്റെ വീടാ. നിങ്ങളുടെ മോളെന്ന് പറഞ്ഞല്ലോ, ആ മോക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമുള്ളത്? മോളെ വെച്ച് വില പേശുന്ന നീ അവളെ നാളെ വിൽക്കാൻ പോലും മടിക്കുന്നില്ലെന്ന് എനിക്ക് അറിയാം. അതെടി, എനിക്ക് ഭ്രാന്തുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇവളെ ഞാനിത് ഒന്ന് കുറിച്ചു കൂടും. അതെടി, എനിക്ക് ഭ്രാന്ത. എല്ലാവരും കൂടി ചേർന്ന് തന്നെ ഭ്രാന്തനാക്കി. നീ, നിന്റെ ഭർത്താവ്, ഈ സമൂഹം എല്ലാവരും കൂടി ചേർന്ന് തന്നെ ഭ്രാന്തനാക്കിയില്ലടി. എനിക്ക് ഭ്രാന്ത, മുഴുവൻ ഭ്രാന്ത. അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് ജീവിതത്തിൽ എന്താ നേടിയത്? സീറോ, വട്ടപൂജ്യം. എല്ലാവരും എല്ലാം നേടി. ശ്യാമപ്രസാദ് മാത്രം വട്ടപൂജ്യമായി, ആർക്കും വേണ്ടാത്തവരായി. ശ്യാം ലൈക്ക് എ ഫുട്ബോൾ, പന്ത്, വായു നിറച്ച ഒരു കളിപ്പന്ത്. ആർക്കും എങ്ങനെ എവിടെ തട്ടിക്കളിക്കാം. തോൽവി എപ്പോഴും പന്തിനാ. എല്ലാവരും ജയിക്കും, ജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ശ്യാം തോക്കും, ശ്യാം മാത്രം തോക്കും. മൈ ഫാദർ ഇൻ ലോ, യു ആർ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ് മാൻ. എല്ലാം ഏൽപ്പിച്ചിട്ട് പോയില്ലേ, ഭാഗ്യവാൻ. Sky is full of stars. My mind is full of problems. ഒരിക്കലും തീരാത്ത പ്രോബ്ലംസ്. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? എഴുന്നേക്ക്. കിങ്ങേച്ചി അവിടെ ആകെ വിഷമിച്ചിരിക്ക. വന്നേ, വന്ന് കുളിച്ച് ഡ്രസ് മാറ്. എന്നിട്ട് എന്തിനാ? ശ്യാമേട്ടാ, എഴുന്നേക്കാനാ പറഞ്ഞത്. കിങ്ങേച്ചി എങ്ങനെ ഇത് കണ്ട? ഏത് ഗംഗേച്ചിയാടി? ഓ, എന്റെ ഭാര്യ ഗംഗ. അവള് ചത്തില്ലടി. ഏട്ടാ, ഇപ്പൊ ഉള്ളത് വെറും ശവം മാത്രല്ലേ, എ ലിവിംഗ് ഡെഡ് ബോഡി. ശ്യാമേട്ട ഇതെന്തൊക്കെയാ പറയുന്നേ? എന്താ ശ്യാമേട്ട ഇങ്ങനെയൊക്കെ? എഴുന്നേറ്റ് ശ്യാമേട്ട. അതൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശാലു. എല്ലാരും കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ. എന്റെ പ്രൊഫഷൻ, എന്റെ കരിയർ, ഫ്യൂച്ചർ എല്ലാം പോയില്ലേ. സ്ത്രീ ശാപവും പേര് നടക്കുന്നവനല്ലേ ഞാന്. ചതിയനല്ലേ ഞാൻ, ചതിയൻ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എവിടെ? എവിടെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതാ. എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് പറഞ്ഞതാ. എനിക്ക് പറഞ്ഞതാ. എല്ലാവരും കൂടി ആവുന്നു പറഞ്ഞതാ. എനിക്ക് പറഞ്ഞതാ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ നശിച്ചവനാ.
അഭിമാനം നഷ്ടപ്പെട്ടവനാ. അച്ചി വീട്ടിൽ വന്ന് പൊറുക്കുന്നവനാ. നീയും കേട്ടല്ലോ, ആ തള്ള പറഞ്ഞതൊക്കെ നല്ലോണം കേട്ടല്ലോ. ഞാൻ രേണുകയെ ചതിച്ചു കൊന്നതാണെന്ന്. ആരാ കൊന്നത്? ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവനാണെന്ന്. എന്താ കാരണം? ആരാ അതിന് ഉത്തരവാദി? പറയടാ. ആരാ അതിന് ഉത്തരവാദി? നീ പേടിക്കണ്ട, ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ല. നിന്റെ സ്വാർത്ഥത അതാ നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. നിന്റെ പെങ്ങക്ക് വേണ്ടി. കയ്യബദ്ധം. അങ്ങനല്ല നീ പറഞ്ഞത്. ആയിക്കോട്ടെ, കയ്യബദ്ധമെങ്കിൽ കയ്യബദ്ധം. കഴിഞ്ഞല്ലോ, ഞാൻ അനുഭവിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. പോ, എന്നെ തുടരരുത്. ആരും എന്നെ തുടരരുത്. പോയി ജീവിക്ക്. മനസമാധാനത്തോടെ പോയി ജീവിക്ക്. ഞാൻ മാത്രം ഇങ്ങനെ ഊരിക്കും. ചമ്മേട്ടോടൊന്ന് പറ. ഒന്ന് പറയാൻ. ചാമേട്ട, 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 ഏട്ടാ, ഏട്ടാ. എവിടേക്ക് പോവാ? ഒന്ന് പറഞ്ഞിട്ട് പോ. എവിടേക്ക് പോന്നേ? അത് രാത്രിയിൽ എവിടെ പോവാ? ഒന്ന് പറഞ്ഞിട്ട് പോ. വണ്ടി നിർത്ത. കിരീട, കിരീട, വണ്ടി ഒന്ന് നിർത്ത് കിരീട. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്താ കുഞ്ഞെ? എന്തു പറ്റി? കിരീടനൊന്നും പറയാതെ വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി. ടീച്ചറ, എന്താടി? എന്തു പറ്റി? കുഞ്ഞു കാറും എടുത്തോണ്ട് പുറത്തോട്ട് പോയി. ശാലിനി കുഞ്ഞാനെ കരഞ്ഞോണ്ട് വെള്ളോട്ടും കയറി പോയിട്ടുണ്ട്. മറ്റവനോ? ആ, എന്റെ ഭഗവതി, രണ്ടിലൊന്ന് നീ എനിക്ക് കാണിച്ചു തരണേ. ഇത്രയൊക്കെ ആയിട്ട് മറ്റവളുണ്ടെന്നില്ലടി. വല്ല ഉറക്കുകുളിയും കൊടുത്ത് മയക്കി കിടത്തിയിരിക്കായിരിക്കും മൂദേവി. അല്ലെങ്കിൽ കാണായിരുന്നു മറ്റൊരു പൂരം. ആ, ഇനിയും സമയമുണ്ടല്ലോ. ചാമേട്ട, എഴുന്നേക്ക് ചാമേട്ട, ചാമേട്ട. കിരീട വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി. ചാമേട്ട, ശല്യം ചെയ്യല്ലേ? ചാമേട്ട, എന്റെ ചാമേട്ട ഒന്ന് എണീക്ക്. ചാമേട്ട, ഒന്ന് പോയ. ചാമേട്ട, സുമതി, നിർമ്മല ടീച്ചറെ കണ്ടോ? മുറിയിലുണ്ടായിരുന്നല്ലോ. അവിടെ കണ്ടില്ലല്ലോ. എന്നാ കുളിക്കുമായിരിക്കും.
എന്താ താഹിറ ടീച്ചറെ ദാ ഇത് കണ്ടോ? രേണുകയുടെ കൊലപാതകി അറസ്റ്റിൽ. 4 വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ രേണുകയുടെ കൊലപാതകി പോലീസ് സ്റ്റേഷനിൽ സ്വയം കീഴടങ്ങി. തിരുവനന്തപുരം ബംഗ്ലാവിൽ വീട്ടിൽ KT അപ്പുക്കുട്ടൻ നായരുടെ മകൻ ഗിരിയാണ് കീഴടങ്ങിയത്. ചെന്നൈയിൽ വെച്ചാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത അഭിഭാഷകനായിരുന്ന ശ്യാമപ്രസാദിന്റെ ഭാര്യ സഹോദരനാണ് കീഴടങ്ങിയ ഗിരി. ശ്യാമപ്രസാദിന്റെ പൂർവ്വ കാമുകിയായിരുന്നു കൊല ചെയ്യപ്പെട്ട രേണുക. കൊലപാതകത്തിൽ ശ്യാമപ്രസാദിനും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാമെന്ന് രേണുകയുടെ കൊലപാതക അറസ്റ്റിൽ. പ്രാരംഭഘട്ടത്തിൽ രേണുകയുടെ സഹോദരി ഭർത്താവ് ധനപാലനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഗിരി കുറ്റമേറ്റു പറഞ്ഞതോടെ കോളിളക്കം സൃഷ്ടിച്ച രേണുക കേസ് പുതിയ വഴിത്തിരിവിലാണ്. എടി രാധികേ, നീ പത്രം കണ്ടോ? എവിടെയാണ് കിരീടൻ? എവിടെയാണ് കിരീടൻ? കിരീട, കിരീട, കിരീട. ഇതിലായിരുന്നു കിരീടൻ രാത്രിയിൽ ഇറങ്ങി പോയത്. എന്തിനായിരുന്നു കിരീട? ഒരു നിമിഷം എന്നെ നമ്മുടെ കുഞ്ഞിനെ പോലെ ഓർത്തില്ലല്ലോ കിരീടൻ.